നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് പേര് പ്രഖ്യാപിച്ചത്. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പാലക്കാട്ട് തസ്ലീന ഷാജിയെയാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ഐക്യകണ്ഠേന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം മർക്കസിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. മെമ്പർമാർക്ക് പാർട്ടി വിപ്പ് നൽകും. 19-ാം വാർഡ് മെമ്പറാണ് തസ്ലീന പാലക്കാട്ട്. ചമ്മാട് താജ് ഓഡിറ്റോറിയത്തിൽ നന്നമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഊർപ്പായി മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് 19-ാം വാർഡിൽ നിന്നുള്ള തസ്ലീനയെ അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി എല്ലാവരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെ മെമ്പർമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ പുതിയ പ്രസിഡന്റായി തസ്ലീന ഷാജി ഏറെ സന്തോഷമുണ്ടെന്നും പാർട്ടി തന്നിൽ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ ഗൗരവത്തിൽ നോക്കിക്കണ്ട് അത് നിർവഹിക്കുവാൻ പരിശ്രമിക്കുമെന്നും പഞ്ചായത്ത് സ്വപ്ന പദ്ധതിയായ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുമെന്നും വികസന തുടർച്ച തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് നൽകുന്ന കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും തസ്ലീന ഷാജി പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട്. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ച് എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടെ നോക്കിക്കണ്ട് അത് നിർവഹിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനുള്ളത്. എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പഞ്ചായത്തിലെ ഏറ്റവും സ്വപ്നമായിരുന്ന കുടിവെള്ള പദ്ധതി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പിന്നെ വികസന തുടർച്ച നടന്നുകൊടുക്കുന്ന വികസനത്തിൻ്റെ തുടർച്ച അതും പൂർത്തീകരിക്കണം എന്നുള്ള പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ ജനങ്ങളെ ഏറെ പ്രയാസത്തിലാണെന്നറിയാം. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ അത് ആ പദ്ധതി പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ റോഡുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. നിലവിൽ പ്രസിഡന്റ് സ്ഥാനം കൊടിഞ്ഞി പ്രദേശത്തുള്ള ആൾക്കായതിനാൽ മറ്റൊരു പേര് ഉയർന്നില്ല. മുൻ പ്രസിഡന്റിന് പുറമെ തസ്ലീന മാത്രമാണ് കൊടിഞ്ഞിൽ നിന്നുള്ളത്. 6-ാം വാർഡ് കമ്മിറ്റി സൗദ മരക്കാരുട്ടിയുടെ പേരാണ് പറഞ്ഞത്. ഭൂരിഭാഗം പേരും കൊടിഞ്ഞിക്ക് പ്രസിഡന്റ് പദവി നൽകണമെന്നാണ് അറിയിച്ചത്. ഏതാനും അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് യോഗത്തിൽ അറിയിച്ചിരുന്നു. മുൻ പ്രസിഡന്റിനെ രാജിവെപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചിരുന്ന തിരുത്തി 21-ാം വാർഡ് കമ്മിറ്റിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ തസ്ലീനയെ പറഞ്ഞതോടെ ലീഗ് കമ്മിറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു. ഇതോടെ മറ്റുള്ളവരും തസ്ലീന ഷാജിയെ പിന്തുണച്ചു. തസ്ലീനയെ പ്രസിഡന്റാക്കാനാണ് മുൻ പ്രസിഡന്റ് റൈഹാനത്തിനെ രാജിവെപ്പിച്ചത് എന്നായിരുന്നു 21-ാം വാർഡ് കമ്മിറ്റിയുടെ ആരോപണം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ഊർപ്പായി 19-ാം വാർഡുകാരനാണ്. മുസ്തഫ ഊർപ്പായുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ തസ്ലീനയെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചാണ് മുൻ പ്രസിഡന്റിനെ രാജിവെപ്പിച്ചത് എന്ന് പ്രവാസി ലീഗ് പ്രസിഡന്റ് MC ബാവഹാജി സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചിരുന്നു. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത ഇദ്ദേഹവും തസ്ലീനയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ആദ്യമായാണ് തസ്ലീന ജനപ്രതിനിധിയാകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആളാണ് തസ്ലീന ഷാജി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അന്ന് പിന്മാറിയിരുന്നത്. PSMO കോളേജ് യൂണിയൻ മുൻ എഡിറ്ററും യൂത്ത് ലീഗ് നേതാവുമായ ഷാജി പാലക്കാട്ടാണ് ഭർത്താവ്. MP അബ്ദുൾ സമദ് സമദാനിയുടെ PA ആയി മുമ്പ് സേവനം ചെയ്തിരുന്നു. ഇപ്പോൾ ഖത്തറിലാണ്. 19-ാം വാർഡിൽ നിന്നും മുമ്പും പ്രസിഡന്റ് ആയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായ CP ജമീല അബൂബക്കർ വിജയിച്ചതും ഈ വാർഡിൽ നിന്നാണ്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.